നമസ്കാരം. ഇന്ത്യക്ക് കേരളം നൽകിയ ഒരു ബ്രാൻഡ്, ഒരു യൂത്ത് ബ്രാൻഡ്, ഒരു ബിസിനസ് എംപറർ. ഇത് അതിഭാവുകത്വ വിശേഷമല്ല. കഠിനാധ്വാനത്തിലൂടെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും കേരളത്തെ ആകെ ഒരു വ്യവസായ ശൃംഖലയിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ബിസിനസ്മാനുമായാണ് ഇന്നത്തെ അഭിമുഖം. മറ്റാരുമല്ല, മൈജി ഷാജി. സ്വാഗതം ഷാജി. സ്വാഗതം. ഷാജി പൊതുവെ എല്ലാവരോടും ചോദിക്കാറുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. ഷാജി ഹാപ്പിയല്ല? 100% ഹാപ്പിയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ടീമും എൻ്റെ കസ്റ്റമേഴ്സും ഒക്കെ ഹാപ്പിയാണ്. ഈ ഹാപ്പിക്ക് ഇക്കുറി നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ ആകെ വിൽക്കുന്ന ഗാഡ്ജറ്റ് വ്യാപാരത്തിൻ്റെ 5%, 5.5%മാണ് കേരളത്തിലുള്ളത്. അതിൽ ഒന്നാം സ്ഥാനം പല ബ്രാൻഡുകളിലും, എനിക്ക് തോന്നുന്ന മിക്കവാറും എല്ലാ ബ്രാൻഡുകളിലും എന്ന് വേണമെങ്കിൽ പറയാം, അത് മൈജിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതാണോ ഈ ഇത്ര വലിയ സന്തോഷത്തിൻ്റെ കാരണം? ഒന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. 2023-24 ഫിനാൻഷ്യലിൽ മൈജിയെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡ് വിജയങ്ങൾ ഉണ്ടായ ഒരു വർഷമാണ്. അതിൽ ദീപക് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ 4% ഇന്ത്യയിലെ ഷെയർ കേരളത്തിൻ്റെ. ഓക്കെ, ആ 4% നിന്നും ഇന്ത്യയിലെ നമ്പർ 1 ആവാൻ പല ബ്രാൻഡുകളുടെയും നമുക്ക് ആവാൻ പറ്റി എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതിന് എൻ്റെ കേരളത്തിലെ എല്ലാ കസ്റ്റമേഴ്സിനോടും ഒരു വലിയ നന്ദി അറിയിക്കണം ആദ്യം തന്നെ. ഈ ഒരു വളർച്ചയുണ്ടല്ലോ, അതായത് അതൊരു കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടത്, നേരത്തെ തന്നെ വലിയ വലിയ ബ്രാൻഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മാർക്കറ്റാണ് കേരളം. മാത്രമല്ല ദേശീയ ബ്രാൻഡുകളുടെ എല്ലാം, അപ്പോൾ റിലയൻസിൻ്റെ പോലും ഔട്ട്ലെറ്റുകൾ മൊബൈൽ വ്യാപാര രംഗത്ത് കേരളത്തിലുണ്ട്. അവിടെയാണ് മൈജി ഷാജി ഏറ്റവും വലിയ കേരളത്തിലെ മാർക്കറ്റ് ഷെയർ സ്വന്തമാക്കുന്നത്, റെക്കോർഡ് നേടുന്നത്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? മൈജി എന്ന ബ്രാൻഡ് എന്നും കസ്റ്റമേഴ്സിനൊപ്പം നിന്ന് വളർന്ന ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ നമുക്ക് ഇത്രയധികം കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. കാരണം കസ്റ്റമേഴ്സ് നമ്മുടെ ട്രസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കൂടെ നിന്നില്ലായിരുന്നെങ്കിൽ ഇത്ര വലിയ വിജയങ്ങൾ ഈ ചെറിയ വർഷത്തിനുള്ളിൽ മൈജിക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഇത്രയധികം ഷോറൂമുകളും തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ കൂടെ നിന്ന് കസ്റ്റമേഴ്സിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് കസ്റ്റമേഴ്സ് തിരിച്ചും ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു ടേൺ ഓവറിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു റെക്കോർഡ് വിജയമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ. അതിനെക്കുറിച്ച് കൂടി നമ്മളെ പ്രേക്ഷകരോട് പറയുന്നത് അവർക്കും കൂടി സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും ഇത് കസ്റ്റമർ തന്ന ടേൺ ഓവറാണ്, വിജയമാണല്ലോ. അപ്പം നമ്മൾ 2022 ഫിനാൻഷ്യലിൽ നമ്മൾ 1700 കോടിയായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ വർഷത്തേക്ക് മാറുന്ന സമയത്ത് 1150 കോടിയുടെ അധിക വിറ്റുവരവാണ് മൈജി ഉണ്ടായത്. ഈ വർഷം ഞങ്ങൾ ചെയ്ത 2023 ഫിനാൻഷ്യൽ ചെയ്തത് 2853 കോടിയാണ്. ഞാൻ നേരെ പോകുന്നത് ഒരു 20 വർഷം പുറകോട്ടേക്കാണ്. താമരശ്ശേരി എന്ന കോഴിക്കോട്ടെ ആ കാലത്തെ അവികസിതമായ ഒരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശത്തിലെ കുഞ്ഞമ്മദാജിയുടെ ഒരു ചെറുപ്പക്കാരൻ മകൻ മാവൂർ റോഡിൽ വന്നിട്ട് ഒരു ചെറിയ മൊബൈൽ കട തുടങ്ങുകയാണ്, മൊബൈൽ പീടിക തുടങ്ങുകയാണ്. അതിൽ ആ ഒരു കാലഘട്ടം ഇപ്പം ഷാജി എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ വാപ്പിച്ചിയാണ്. എൻ്റെ വാപ്പിച്ചി തന്ന ഒരുപാട് അഡ്വൈസുകളും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ബിസിനസ്സിലും എൻ്റെ ജീവിതത്തിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൈജിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കൺസൾട്ടൻ്റ് ഒന്നും മൈജി ആസ് എ ബ്രാൻഡിനില്ല. അത് ഇല്ല, നമ്മളെ ടീമാണല്ലോ. അപ്പം അത് സെയിൽസിൻ്റെ കാര്യത്തിലായാലും അതേപോലെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലായാലും തന്നെ ഇതുവരെ നമ്മളങ്ങനെ ഒരു കൺസൾട്ടൻ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടല്ല ചെയ്തത്. പക്ഷേ വാപ്പിച്ചി തന്ന അന്നത്തെ ഒരു അഡ്വൈസ് തന്നാൽ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള അതെനിക്ക് വളരെയധികം പോസിറ്റീവായിട്ടുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നത് 19-20 വർഷം ആയിട്ട് ഉള്ള നിരവധി പേരുകൾ എൻ്റെ കൂടെയുണ്ട്. അതൊരു വലിയൊരു വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഞാൻ അന്ന് ഷാജിയുടെ ഉമ്മയായിട്ട് ഇടയ്ക്ക് സംസാരിച്ച സമയത്ത് ഈ ബാപ്പ ബിസിനസിൻ്റെ കുറേ സൂത്രവാക്യങ്ങൾ, ചില എത്തിക്സിനെ കുറിച്ചും വാല്യൂസിനെ കുറിച്ചൊക്കെ പണ്ട് പറയുമായിരുന്നു. അതൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. നമ്മൾ തെറ്റായ രീതിയിലേക്കൂടെ ഒന്നും ചെയ്യാൻ പാടില്ല. നേർവഴിയിൽ കൂടെ തന്നെ പോവുക, കസ്റ്റമേഴ്സിൻ്റെ കൂടെ നിൽക്കുക. കാരണം കള്ളത്തരങ്ങൾ കാണിക്കുകയാണെങ്കിൽ അത് ചെറിയ കാലങ്ങളിലേ ഉണ്ടാവും, നമുക്ക് വലിയ വിജയങ്ങൾ നമുക്ക് നേടാൻ കഴിയില്ല. അതുകൊണ്ട്
എപ്പോഴും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സുതാര്യത വേണമെന്ന് എപ്പോഴും വാപ്പിച്ച് പറയാറുണ്ടായിരുന്നു. ഈ മാവൂർ റോഡിലെ ഷോറൂം തുടങ്ങി ഞാനത് ആ കാലം മുതൽ എനിക്ക് ഷാജിയായിട്ട് അടുപ്പമുള്ളതുകൊണ്ട് ഈ എനിക്ക് ആ വളർച്ച നേരിട്ട് കണ്ട് സന്തോഷിച്ച ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നത്. മാവൂർ റോഡ് ജംഗ്ഷനിലെ ആ ചെറിയൊരു കട, ഷോറൂം എന്നൊന്നും പറയാനില്ല, ഒരു മൊബൈൽ കട, അന്ന് മൊബൈലുകൾ അധികം വാങ്ങിക്കാത്ത ഒരു കാലഘട്ടം. മൊബൈലിൻ്റെ റേഡിയേഷൻ ഉണ്ട്, കൂടുതൽ പേർ മൊബൈൽ ഉപയോഗിക്കാത്തവരാണ്. അതെ അതെ. ആ കട തുറക്കുമ്പോൾ ഷാജിയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ ശൃംഖല കെട്ടിപ്പടുക്കാൻ തന്നെയായിരുന്നോ ലക്ഷ്യമിട്ടത്? ഇല്ലില്ല, അങ്ങനെ ആ സമയത്ത് അങ്ങനത്തെ ഒരു വലിയ രീതിയിലുള്ള ഒരു ആലോചന ഒന്നും ഇല്ലായിരുന്നു. 2006 ഞാൻ 4 പേരെ വെച്ചിട്ട് ഏകദേശം 250 സ്ക്വയർ ഫീറ്റിലാണ് ഇത് തുടങ്ങിയത്. അന്നത്തെ കാലത്ത് അതൊരു മൾട്ടി ബ്രാൻഡഡ് ഷോറൂംസ് ആയിരുന്നു. അതായത് അന്ന് നോക്കിയാണ് ഏറ്റവും കൂടുതൽ 95% മാർക്കറ്റ് ഷെയർ നോക്കിയക്കാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മളൊരു മൾട്ടി ബ്രാൻഡഡ് ഷോറൂംസ് കൊണ്ടുവരുന്നത്. അത് വലിയ രീതിയിലുള്ള റെസ്പോൺസ് കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുണ്ടായി. അതിനുശേഷം ഒരു 10 ഷോറൂം ആയ സമയത്താണ് നമ്മളിങ്ങനെ ഒരു ഗോൾ വെക്കുന്നത്. കേരളത്തിൽ ഒരു 100 ഷോറൂമുകൾ തുടങ്ങണം, 700 കോടി വിറ്റുവരവുള്ള ഒരു കമ്പനി ആക്കണം. അതിനേക്കാട്ടിലും ഏറ്റവും വലിയ ആഗ്രഹം നേരത്തെ വാപ്പിച്ച് പറഞ്ഞു, ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ 1000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന വലിയൊരു സ്ഥാപനമായി. 1000 പേർക്ക് ജോലി കൊടുക്കുന്ന സമയത്ത് ഏകദേശം 4000 പേരോളം അതിൽ അപ്പം 4000 പേരോളം നിന്നിലൂടെ ജീവിക്കാൻ സാധിക്കും. ആ രീതിയിലുള്ളൊരു അഡ്വൈസൊക്കെ ആയിരുന്നു വാപ്പിച്ച് തന്നുകൊണ്ടിരുന്നത്. അപ്പം എപ്പോഴും കൂടെ നിൽക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിക്കുകയും ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തുടങ്ങാനായിരുന്നു വാപ്പിച്ച് പറഞ്ഞത്. ശരിക്ക് ബാപ്പയുടെ ആ കുട്ടിക്കാലത്തെ ഉപദേശമാണ് ഷാജി ഇത്രയും വലിയ പ്രസ്ഥാനമാക്കി മാറ്റിയതല്ലേ? പലതും നമ്മൾ വളർന്നു കഴിയുന്ന സമയത്ത് നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞതും അതേപോലെ നാട്ടുകാരുടെ സപ്പോർട്ട് പലതും നമ്മൾ മറന്നു പോകാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം എന്ന് പറയുന്നത് എൻ്റെ പാപ്പിച്ചും ഉമ്മച്ചും തന്നെ. അവരെനിക്ക് തന്ന ഒരു എനർജി, ഒരു പോസിറ്റീവ്നെസ്, എനിക്ക് തന്ന ധൈര്യം, ഇപ്പം കാണിക്കുന്ന പല നമ്മളെ ഇൻഡസ്ട്രിയിൽ പല ധൈര്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം വലിയ ഷോറൂംസ്, പല സാഹസികൾ കാണിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഏറ്റവും വലിയ ഷോറൂംസ് 2016 നമ്മൾ മാവ് റോഡിൽ പൊറ്റമ്മൽ നമ്മളെ ഷോറൂം തുടങ്ങി. ഇത്ര വലിയ ഷോറൂം ലാലേട്ടനെ പോലത്തെ ബ്രാൻഡ് അംബാസിഡർ എടുക്കുന്നത്. അതിലേക്ക് വരുമ്പോൾ ഈ പണ്ട് മാവൂർ റോഡിലെ നമ്മുടെ ഷോറൂമിന്റെ പേര് 3G എന്നായിരുന്നു. അത് കഴിഞ്ഞ് കണ്ണൂരിൽ തുടങ്ങുമ്പോഴും 3G ആണ്, താമരശ്ശേരിയിലും 3G ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് 3Gയിൽ നിന്നും മൈജിയിലേക്കുള്ളൊരു മാറ്റമുണ്ട്. അത് ശരിക്ക് ഗാഡ്ജറ്റ് ബിസിനസ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയായിരുന്നു. ഞാനത് ഒബ്സർവ് ചെയ്തുകൊണ്ട് പറയാം. തീർച്ചയായും 3G എന്ന് മാറി മൈജിയിലേക്ക് വരുമ്പം ലാലേട്ടനും വരുന്നു, വലിയൊരു മാറ്റമായിരുന്നു. ഇത് എങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്? ഞാൻ ഒരു യാത്രാവേളയിൽ ഈ 3G പിന്നെ 4G ആവേണ്ടി വരും, അതുകൊണ്ട് എവർജി വേണമെന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് പിന്നീട് ഷാജി എന്നെ വിളിക്കുന്നത് വലിയൊരു ബ്രാൻഡ് രൂപകൽപ്പന ചെയ്തതിന് ശേഷമായിരുന്നു. ദീപക് ജി എനിക്ക് ഓർക്കുന്നുണ്ടോ അറിയില്ല, നമ്മളൊരു 2015-16 കാലഘട്ടത്തിൽ നമ്മൾ ഈ വിഷയം ആ സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ബ്രാൻഡ് നമ്മളെ ജേണിയിൽ ഏറ്റവും കൂടുതൽ ഒരു റിസ്ക് എടുത്ത ഒരു സമയമായിരുന്നു അത്. കാരണം 3-4 വർഷം എടുത്തിട്ടുണ്ട് നമ്മളത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3G നമ്മൾ തുടങ്ങുന്ന സമയത്ത്, പക്ഷേ ഷോറൂം തുടങ്ങുന്ന സമയത്ത് 3G എന്ന് പറഞ്ഞ ബ്രാൻഡില്ല, ആ നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ആ നെറ്റ്വർക്ക് വന്നതിന് ശേഷം. പക്ഷേ 2012-13 ആകുമ്പോഴേക്കും അത് 4G ആവും, 5G ആവും, 6G ആവും എന്നൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ റീബ്രാൻഡിനെ കുറിച്ച് ചിന്തിക്കുകയും അത് വലിയ രീതിയിലൊരു പ്ലാൻ തയ്യാറാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് ലാലേട്ടനൊക്കെ അന്ന് വന്നത്. ലാലേട്ടൻ്റെ പുതിയ ലുക്കിലാണ് നമ്മളത് അന്നത്തെ കാലത്ത് അനൗൺസ് ചെയ്യുന്നത് ആ സമയത്താണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമ്മൾ റൂറലിൽ എറണാകുളം സിറ്റിയിലാണ് നമ്മൾ ആദ്യം മൈജി കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എടപ്പള്ളിയല്ല, റൂറലിൽ പോയിട്ട് അപ്പ് കൺട്രിയിൽ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ. അതിനുശേഷമാണ് ലാലേട്ടൻ വരികയും എടപ്പള്ളി വെച്ചിട്ട് പുള്ളിയുടെ ഒടിയൻ പുതിയ ലുക്കിലേക്ക് ആ ബ്രാൻഡ് നമ്മൾ ലോഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ ലാലേട്ടൻ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ, കാരണം എനിക്ക് പലപ്പോഴും ലാലേട്ടനായിട്ട് സംസാരിക്കുമ്പം ഷാജിയോട് അദ്ദേഹത്തിനുള്ള സ്നേഹം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഷാജിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സ്നേഹം. ഈ ലാലേട്ടനുമായിട്ടുള്ള അസോസിയേഷൻ രൂപപ്പെട്ട് അത് ഇത്രയും നല്ലൊരു ബിസിനസ് ഡീലായിട്ട്, കാരണം സൂപ്പർ താരങ്ങൾ ബ്രാൻഡ് അംബാസിഡർമാരായി വന്നിട്ട് പല ബ്രാൻഡുകളും പിന്നീട് പൂട്ടിപ്പോയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കേരളത്തിലും ഇന്ത്യയിലൊക്കെ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷേ ഇത് കൃത്യമായൊരു സക്സസ് മോഡലായി, ഒരു ബിസിനസ് മോഡലായി ഈ ബ്രാൻഡിനെ വളർത്തിയെടുക്കാൻ പറ്റിയത് എങ്ങനെയാണ്? ലാലേട്ടൻ്റെ അസോസിയേഷൻ കൂടി വരുന്നു. ഞാൻ ലാലേട്ടൻ്റെ വലിയൊരു ഫാനാണ്. അപ്പം എൻ്റെ ബിസിനസ് ഒരു സസ്റ്റൈൻ ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവന്നത്. അത് വലിയ രീതിയിൽ നമുക്ക് ലാലേട്ടനൊക്കെ വന്നതുകൊണ്ട് ബ്രാൻഡ് നെക്സ്റ്റ് ലെവലിൽ പോകാൻ നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ഒരു സൗഹൃദം നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പം പുള്ളി എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ്. ഒരുപാട് സപ്പോർട്ട് നമുക്ക് ബ്രാൻഡ് അംബാസിഡർ അല്ലാതെ
സമയത്തൊക്കെ തന്നെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സൗഹൃദം തുടർന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ 2017 മുതൽ 16 ലാസ്റ്റ് മുതൽ ഞങ്ങൾ അസോസിയേഷൻ തുടങ്ങിയത്. ഇപ്പോഴും വളരെ സ്മൂത്തായിട്ട് വളരെ സക്സസ് ആയിട്ട് ഞങ്ങളത് പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു 8 വർഷമായല്ലേ? അതെ അതെ. അതിനുശേഷമുള്ള ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. ലാലേട്ടൻ വന്നതിന് ശേഷം മൈജി ഓൾറെഡി ഒരു ബ്രാൻഡായി മാറി ആ ഒരു സസ്റ്റൈനബിൾ പൊസിഷനിലേക്ക് എത്തിയതിന് ശേഷമാണ് ലാലേട്ടനെ കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ലാലേട്ടൻ വന്നതിന് ശേഷമുള്ള ഒരു വലിയ ബൂമിങ്, ഒരു വലിയൊരു റെവല്യൂഷൻ ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലാലേട്ടനും മഞ്ജുവും അതിനുശേഷം മൈജി ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഓരോ കോൺസെപ്റ്റുകൾ. അപ്പം മൈജി ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ലാലേട്ടനെ കൊണ്ടുവരുന്നത്. മൈജി ഫ്യൂച്ചർ ലോഞ്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ മഞ്ജുവിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ സമയങ്ങളും അനിവാര്യ സമയത്ത് നമ്മൾ ബ്രാൻഡ് അംബാസഡറിനെ ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് നെക്സ്റ്റ് ലെവലിൽ പോകാൻ അവരുടെയും ഒരു ഘടകമാണത്. ഈ വളർച്ചയിൽ സാധാരണഗതിയിൽ പെട്ടെന്ന് ഒരു ഓവർനൈറ്റ് സക്സസ് ഒന്നും അല്ല, വലിയൊരു കഠിനാധ്വാനം ഉണ്ടല്ലോ. കാരണം ഓരോ ബ്രാഞ്ചുകൾ വരലെന്ന് പറഞ്ഞാൽ വലിയ സാഹസമാണ്. ഇതിൽ ഏറ്റവും വലിയ മൂലധനമായിട്ട് എന്താ ഷാജിക്ക് തോന്നിയത്? ഷാജിയുടെ ഓഫ് എ സഡൻ ആൻസർ ചോദിക്കുമ്പോൾ എൻ്റെ ടീമാണ് എൻ്റെ എല്ലാം. ഏറ്റവും വലിയ എൻ്റെ വിജയം എന്ന് പറയുന്നത് എൻ്റെ ടീമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ടീമിന് എൻ്റെ ജോലിക്കാരെന്നൊന്നും ഞങ്ങളെ സംബോധനമില്ല. ഞങ്ങൾ എൻ്റെ പാർട്ട്നേഴ്സാണ് അവർ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ ഡിയർ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഷാജിയുടെ ലെറ്റർ പോലും. ഡിയർ പാർട്ട്ണർ. ഈ അവിടെ ഇപ്പം മൈജിയിലെ പഴയ സീനിയർ സ്റ്റാഫ് ആയാലും ഇപ്പം അനീഷ് ആയാലും അല്ലെങ്കിൽ ആത്മജനായാലും ഇവരൊക്കെ ഒരു ഭയങ്കര ബ്രദേർലി എഫെക്ഷനോട് കൂടിയിട്ടാണ് സാധാരണ രീതിയിൽ ഞാൻ കരുതാറ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ സ്റ്റാഫുകളില്ലെങ്കിൽ നിങ്ങൾ ഡയറക്ടേഴ്സിലൊക്കെ ഉള്ളതിൽ ഒന്ന് അളിയനുണ്ട്. ഈ അളിയനെ പോലെ തന്നെയാണ് അവിടെ അനീഷിനെ കാണുന്നത്, അല്ലെങ്കിൽ ആത്മനെ കാണുന്നത്, മറ്റ് അവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റാഫിനെ എല്ലാം കാണുന്നത്. ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നത്? അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. അവിടെ എല്ലാവരും ഓണർഷിപ്പിലാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടേതായ ഒരു ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിലും അവരെല്ലാവരും ഓണർഷിപ്പിലാണ്. അവരുടെ സ്ഥാപനം പോലെയാണ് അവർ കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൈജിക്ക് ഇത്രയധികം വളർച്ച നമുക്കുണ്ടാകാൻ പറ്റിയത്. ഇത്രയധികം കണക്റ്റഡായ എനിക്ക് ഒന്ന് വേറൊരു ബ്രാൻഡ് ഉണ്ടാകും, ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വാപ്പിച്ച് പറഞ്ഞത്, അത് 100% ഞാൻ അതേപോലെ കൊണ്ടുപോവാണ്. എൻ്റെ ടീമും അതേപോലെ തന്നെയാണ്. അവർ അണ്ടറിൽ തന്നെ ഓരോ അണ്ടറുകളിലും നിരവധി ആൾക്കാരാണ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അവരെല്ലാം തന്നെ അവർ കൂട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. ഇവരെ ഹാപ്പി ആക്കിയിട്ടാണോ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുന്നത്? കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, ഞാനിതൊരു ക്രിട്ടിക്കൽ ഒബ്സർവേഷൻ നടത്തുന്ന ഒരാളാണ്. ഈ മൊബൈലിൻ്റെ വിവരങ്ങൾ ആരായി, അതായത് സാധാരണഗതിയിൽ ഒരു തുണിക്കടയിൽ അല്ലെങ്കിൽ ഒരു കടയിൽ പർച്ചേസിങ്ങിന് അല്ലാതെ ഒരാൾ പോകുന്നത് അവിടെ ഇഷ്ടപ്പെടില്ല. പർച്ചേസ് ചെയ്യിക്കണം എന്നുള്ളതാണല്ലോ അവിടുത്തെ സ്റ്റാഫിന്. പക്ഷേ മൈജിയിൽ പലപ്പോഴും കാണുന്നത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാൻ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ AI ടെക്നോളജി അറിയാനൊക്കെ വരുന്നവരെ പലപ്പോഴും അവിടെയുള്ള സ്റ്റാഫ് ഭയങ്കര ട്രീറ്റ് ചെയ്യുന്നതാണ്. ഇതെന്താണ് ഒരു ബിസിനസ് മാജിക് എന്താണ് ഇതിൽ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ ടീം ഹാപ്പി ആണെങ്കിൽ കസ്റ്റമർ ഹാപ്പി ആവും. അപ്പം നമ്മൾ ആദ്യം വേണ്ടത് നമ്മളെ അകത്തുള്ള നമ്മളെ ടീമിനെ ഹാപ്പി ആക്കുക എന്നുള്ളത്. അവർ 100% ഹാപ്പി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് ഹാപ്പി ആവും. ഇപ്പോൾ ദീപക്ജി പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ AI കാലഘട്ടമാണ്. അപ്പോൾ പല ഡൗട്ടുകളുണ്ടാവും. നമ്മൾ അതിനെല്ലാം ഒരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ആ സൊല്യൂഷൻ്റെ ഭാഗമായിട്ടാണ് അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്കാകുക. പല ഡൗട്ടുകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ അടുത്തുള്ള സ്റ്റാഫുകളൊക്കെ ട്രെയിൻഡ്, കമ്പനിയിൽ നിന്നും ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെടുക്കുക. സെയിൽസ് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യമനുസരിച്ചിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് അല്ല, നമ്മളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാണ്. അതുകൊണ്ടാണ് ഈ വരുന്ന ഓരോരുത്തരും അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. അതെ അതെ. ഈ ബ്രാൻഡുകൾ നിരവധിയുണ്ട്. ഈ എല്ലാ ബ്രാൻഡുകളെയും ഒരുമിച്ചാണ് ഷാജി ഹാൻഡിൽ ചെയ്യുന്നത്. ഷാജി ഉപയോഗിക്കുന്ന ഫോൺ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഒന്ന് ഐഫോണും ഒന്ന് സാംസങ് ആണ്. ആപ്പിളും സാംസങ് ആണ് ഷാജി സ്ഥിരം ഉപയോഗിക്കുന്നത്. ഞാൻ എല്ലാ ഫോണും ഉപയോഗിക്കാറുണ്ട്. പ്രശ്നം വേണ്ടല്ലേ? ഈ ബ്രാൻഡുകളിൽ ഈ ഓരോ ബ്രാൻഡിനെയും ഡീൽ ചെയ്യൽ സെപ്പറേറ്റ് ആണ്. പക്ഷേ ഈ എല്ലാ ബ്രാൻഡിലും നമ്പർ 1 ആവുകയും വേണം. അപ്പോൾ ഇതൊരു ഡയലാമയല്ലേ? എല്ലാ ബ്രാൻഡുകളായിട്ട് മൈജി തുടക്കം മുതൽ വളരെ നല്ല അസോസിയേഷൻ ഉണ്ട്. എല്ലാ രീതിയിലും എനിക്ക് എല്ലാ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിജയം ഉണ്ടാക്കാൻ പറ്റിയത്. കാരണം പലപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മൈന്യൂട്ട് ചില ഇഷ്യൂസുകൾ വരുന്ന സമയത്ത് നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്താണ് നിൽക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്രാൻഡിൻ്റെ സപ്പോർട്ട് വേണം. അവരുടെ പോളിസിയൊക്കെ പലതും ഉണ്ടാകും. ബ്രേക്ക് ചെയ്തൊക്കെ ചിലവ് ചെയ്തേണ്ടി വരും. അപ്പോൾ അത്തരം കേസുകളിലൊക്കെ തന്നെ ബ്രാൻഡുകൾ വളരെ രീതിയിൽ നല്ല സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കേരളത്തിൽ ഈ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെ പ്രചാരം നൽകുന്നതിൽ മൈജിക്ക് ഒരു പ്രധാന റോളുണ്ടോ? ശരി, തീർച്ചയായിട്ടും വലിയ റോളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ നമ്പർ 1 ബിസിനസ് കേരളത്തിൽ ആപ്പിളിന് വാങ്ങിക്കുന്നു, സാംസങ്ങിന് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും കച്ചവടം അവർക്ക് നൽകുന്നു എന്നാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്.
തീർച്ചയായിട്ടും അവരും ഒരുപാട് പ്രതീക്ഷയിലാണ് കേരള മാർക്കറ്റിനെ കാണുന്നത് ഇപ്പോൾ. കാരണം കേരള മാർക്കറ്റിൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലെയല്ല. ഇപ്പം 4% നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആപ്പിളും സാംസങ്ങും, കാരണം അത് അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സ് കേരളത്തിൽ നിരവധിയുണ്ട്. ആ നിരവധി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നിരവധി കസ്റ്റമേഴ്സിൻ്റെ കൂടെ നിന്ന് നിരവധി ഓഫറുകൾ കൊടുക്കുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അപ്ലിഫ്റ്റ് ആയിട്ട്, കാരണം 24/0 നമ്മൾ 0% EMI നിരവധി സ്കീംസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു സാധാരണക്കാർ പോലും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം അവൻ ആ ഫോൺ കിട്ടിയാൽ അത് വെച്ചിട്ട് നാളെ ബിസിനസ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഫോൺ വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ട് അവൻ ചെയ്യണം, അവൻ്റെ സാധ്യതകൾ അവിടെ മുടങ്ങിപ്പോകാൻ പാടില്ല. അപ്പോൾ ആ സാധ്യതകൾ നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഓപ്പൺ അപ്പ് ചെയ്തിട്ട് നമ്മൾ പല സ്കീമുകൾ ഫിനാൻസുമായിട്ട് സംസാരിച്ചിട്ട് പല ഓഫറുകളും നമ്മൾ കേരളത്തിൽ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന പല സ്കീമുകളും കൊടുക്കും. ഈ സ്കീമുകൾ സത്യത്തിൽ ജനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പം 24 ആയിട്ടുള്ള ഒരു അസോസിയേഷൻ നമുക്കറിയാമല്ലോ, പല നിങ്ങളുടെ സ്കീമുകളും നമ്മൾ വാർത്തകളിൽ വരാറുണ്ട്, അതിന് തൊട്ട് പറയാൻ നിങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ഈ ഇത്തരം സ്കീമുകൾ, അതായത് ഫിനാൻസ് സ്ഥാപനങ്ങളുമായി സഹകരിച്ചുകൊണ്ടാണല്ലോ, റിസ്ക് ഉള്ള ഒരു എലമെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ റിസ്കിന് തയ്യാറാവുന്നു, അത് കാര്യമായി കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളത് നല്ല രീതിയിൽ തന്നെ കസ്റ്റമേഴ്സ് അത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കും. കസ്റ്റമേഴ്സ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് വളരെ കംപ്ലയിൻറ്റ് റേഷ്യോ കുറവാണ് കേരളത്തിൽ. കാരണം അത് പ്രോപ്പറായിട്ട് റീംബേഴ്സൊക്കെ കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ബ്രാൻഡുകളോട് ചോദിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഓഫേഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മൊബൈൽ വിൽപ്പനയിൽ നിന്ന് നിങ്ങളുടെ ഒരു അപ്ലിഫ്റ്റിംഗ് നടന്നത് മൊത്തം ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളുടെ ഒരു ശൃംഖലയ്ക്ക് മൈജി ഫീച്ചേഴ്സ്, ഇതെങ്ങനെയായിരുന്നു? അതായത് മൊബൈൽ മാത്രം വിറ്റാൽ പോരാ, എല്ലാം കൂടി വിൽക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നു? അല്ല, അത് കസ്റ്റമേഴ്സിൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യാനുസരണമാണ്. കാരണം അവരുടെ റിക്വയർമെൻറ്റ് നമ്മൾ പരിഗണിക്കാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 വർഷം മുമ്പ് നമ്മൾ ഇതേപോലെ ഒരു പ്രസ് മീറ്റിലാണ് ഞാൻ അനൗൺസ് ചെയ്തത്. 2 വർഷം കൊണ്ട് 2025 ഫിനാൻഷ്യൽ ആകുമ്പോഴും കേരളത്തിൽ 50 ഫ്യൂച്ചർ സ്റ്റോറുകൾ തുറക്കുന്നില്ല. അത് ഓൾറെഡി ഞങ്ങൾ 27 സ്റ്റോറുകൾ ഓൾറെഡി തുറന്നു കഴിഞ്ഞു. ഈ വർഷം ഞങ്ങൾ 30 ഷോറൂമുകൾ വരുന്നുണ്ട്. ഓൾറെഡി ഞങ്ങൾ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിന് എല്ലാ സ്ഥലങ്ങളും നമുക്ക് തുറക്കാൻ സാധിക്കും. ഈ ഷാജിയുടെ അടുത്തൊരു സ്വപ്നം, ഒരു വലിയ സ്വപ്നം പൂർത്തിയാക്കി. മാവൂർ റോഡിലെ ഒരു ചെറിയ ഷോപ്പിൽ നിന്നും ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്കായി, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നെറ്റ്വർക്കായി മൈജി മാറി. മാത്രമല്ല ഷാജിയും ഒരു ബ്രാൻഡ് അംബാസഡറായി മാറി. മൈജി ഷാജി എന്നുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ തന്നെയാണ്. ഇനിയുള്ള ഒരു അടുത്ത ടാർഗറ്റ് എന്താണ്? ഞാൻ വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. അപ്പം എൻ്റെ വലിയ പ്ലാനുകളാണ് കേരളത്തിൽ. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വഴിയെ നിങ്ങൾ അറിയുന്നതാണ്. കേരളം വിട്ട് കേരളത്തിന് പുറത്തേക്ക്, കാരണം അങ്ങേക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, പുറത്തേക്ക് ഒരു വ്യാപനം അടുത്ത ഫിനാൻഷ്യൽ ഇയറിലുണ്ടാവും? തീർച്ചയായിട്ടും കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലും പുറത്ത് രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം ഈ വർഷം തന്നെ നമ്മൾ ഇത്രയും ക്രൂസാണ് കേരളത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കേരളത്തിൽ മാത്രം എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ അവിടെ കൊണ്ടുപോയി ചെയ്താൽ ഇതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവില്ലേ? അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, എനിക്ക് ഇവിടെയാണ് ജോലി കൊടുക്കേണ്ടത്. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ നാട്ടുകാർക്ക് ഒരുപാട് ജോലി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം, എൻ്റെ ഏറ്റവും വലിയൊരു വിഷൻ. അത് എങ്ങനെ സാധീകരിക്കുക എന്നുള്ള ഞാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം 100% ഞാൻ അടുത്ത സംസ്ഥാനങ്ങളിലേക്ക് പോകും. ഈ മൊബൈൽ വിൽപ്പനയ്ക്കൊപ്പം മറ്റൊരു സാധനത്തിലേക്ക് അങ്ങ് പോയിരുന്നു, മറ്റാരും തൊടാത്തൊരു മേഖലയായിരുന്നു. മൊബൈൽ റിപ്പയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി. മാത്രമല്ല റിപ്പയറിംഗ് ഏറ്റവും ശാസ്ത്രീയമായി ഡാറ്റ ചോരാതെ ഒക്കെ ചെയ്തു കൊടുക്കുമെന്ന ഒരു വിശ്വാസം, ഒരു ആത്മവിശ്വാസം കസ്റ്റമേഴ്സിന് നൽകല്. ഇത് ഷാജിക്ക് എപ്പോൾ തോന്നിയ ബുദ്ധിയാണ്? ഞാൻ 2006 സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ആ സമയം മുതൽ നമുക്ക് ഷോറൂമിൻ്റെ അകത്ത് സർവീസ് സെൻറ്റർ റിപ്പയറിംഗ് തുടങ്ങിയാണ്. കാരണം അത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ കൂടെ നിന്ന് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ എല്ലാ ഷോറൂമുകളും, ഇപ്പം 116 ഷോറൂമുകൾ കേരളത്തിലുണ്ട്. ആ 116 ഷോറൂമുകളിലും നമുക്ക് റിപ്പയർ ആൻഡ് സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് പൊതുവേ നമ്മളൊരു കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, അവർ ഒരു കംപ്ലൈൻ്റ് ആയ ഫോൺ അവർ സർവീസ് ചെയ്യാൻ മടിക്കുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് നമ്മൾ കൊറോണ കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് കോൾസ് നമുക്ക് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ സ്ത്രീകളാൽ നയിക്കുന്ന സർവീസ് സെൻറ്ററുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനും അതുവഴി നിരവധി ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം.
ഇപ്പം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും IG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന MIT അതുവഴി പഠിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ നമുക്ക് അതോടൊപ്പം തന്നെ ജോലിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജോലി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് നമുക്ക് ഇത്രയും സ്ഥാപനങ്ങളുണ്ട്, നല്ല രീതിയിലുള്ള ഒരു ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ത്രീകൾ ഇതിലേക്ക് നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഏണിങ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അവരുടെ പ്രത്യേകിച്ച് സ്ത്രീകൾ പറയുന്ന സമയത്ത് എല്ലാം തുറന്ന് പറയും, അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ബിസിനസിൻ്റെ ഏതാണ്ട് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഷാജിയിലേക്കാണ് ഞാൻ വരുന്നത്. ഷാജി ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയയും വിടുന്നില്ല അല്ലേ? ഷാജി ഭയങ്കര തിരക്കുള്ള ബിസിനസ്സുകാരനാണ്, പക്ഷേ ഭയങ്കര ഫാമിലി മാനാണ്. കാരണം ഈ സിറ്റിയിലാണ് ബിസിനസ്. എല്ലാ ദിവസവും ബ്ലോക്കൊക്കെ കഴിഞ്ഞ് താമരശ്ശേരി വീട്ടിലെത്തുന്നുണ്ട്, ഉമ്മയുടെ അടുത്ത് എത്തുന്നുണ്ട്. ഇതിനിടയിൽ ഫാമിലിയുമായിട്ട് UK ഇപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാജി അയച്ച ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ UK ഫാമിലിയോടൊപ്പമുള്ള യാത്രയൊക്കെയാണ്. ഇത് എങ്ങനെയാണ് ഇത് രണ്ടും കൂടി? കാരണം പല ബിസിനസ്സുകാർക്കും ഈ ഫാമിലി മാനേജ് ചെയ്യൽ ഒരു ടാസ്ക്കാണ്. പക്ഷേ നിങ്ങൾ വളരെ കൂളായിട്ട് ഹാപ്പി ആക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഞാൻ ഡെയിലി 60 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട്. 30 കിലോമീറ്റർ താമരശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കും, കോഴിക്കോട് നിന്ന് തിരിച്ചും. അപ്പോൾ എൻ്റെ കുട്ടികൾ പിന്നെ മോള് പഠിക്കുന്നത് കോഴിക്കോടാണ്. അവളും 30-60 കിലോമീറ്റർ യാത്രയുണ്ട്. പക്ഷേ ഉമ്മച്ചിയുടെ സന്തോഷം നാട്ടുംപുറത്ത് ഉമ്മച്ചി ജീവിച്ച ആ സ്ഥലത്ത് തന്നെ ജീവിക്കുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ കോഴിക്കോട് വീടുണ്ട്, പുതിയ വീട് അവിടെ തന്നെ. അപ്പം അവരുടെ സന്തോഷം വിട്ടുകൊടുത്തിട്ട്, അതല്ലെങ്കിൽ എൻ്റെ ഉമ്മച്ചിയുടെ സന്തോഷം വിട്ടുകൊടുത്തിട്ട് വേറെ ഒന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടാനില്ല. അപ്പം ഞാൻ കുറച്ച് സാക്രിഫൈസ് ചെയ്താലും എനിക്ക് എൻ്റെ നാടും എൻ്റെ ഉമ്മയും എൻ്റെ കുടുംബവും ഒക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഈ സാധാരണ ബിസിനസ്സിൽ വലിയ വിജയം നേടുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും, ഇതൊക്കെ മറക്കും, വന്ന വഴി മറക്കും. മാത്രമല്ല ഈവൻ അമ്മയും അച്ഛനെയും പോലും വേറെ എവിടെയെങ്കിലും സെറ്റിലാക്കിയിട്ട് ബിസിനസ് യാത്ര നടത്തുന്ന ബിസിനസ്സുകാരെ നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അതിനിടയിലാണ് ഈ ഷാജിയുടെ ഒരു മാതൃക. അപ്പം ഷാജിക്ക് ഇതിലൂടെ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ്? തീർച്ചയായിട്ടും പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ മാതാപിതാക്കളെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്കുള്ള വഴികൾ നമുക്ക് തുറന്നിടണം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് ആ രീതിയിൽ ഒരുപാട് അനുഗ്രഹം എൻ്റെ വാപ്പിച്ചിൻ്റെയും ഉമ്മച്ചിനെയും, വാപ്പിച്ചിനെ എനിക്ക് നന്നായിട്ട് നോക്കാൻ പറ്റി. അതേപോലെ ഉമ്മച്ചിയെ ഞാൻ നന്നായി നോക്കുന്നു എല്ലാ ദിവസവും. അപ്പം അത് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം, എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹവും. എനിക്കതിൽ പറയാൻ വാക്കുകളില്ല, മനസ്സിലല്ലേ? അപ്പം മറ്റുള്ളവർ നോക്കുന്ന അവരവരുടെ സുഖങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള ആൾക്കാരൊക്കെ തന്നെ അവരവരുടെ കാലഘട്ടം നോക്കി പോകുന്ന ആൾക്കാരാണ്. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ വളർന്നു വന്ന നാട്, നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ കുടുംബങ്ങൾ, അവരെല്ലാം കൂട്ടിപ്പിടിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. ആ ഹാപ്പിനെസ്സാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുക. ആ ഹാപ്പിനെസ് എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഷോറൂമിൽ പോലും ഗുഡ് മോർണിംഗ് അല്ല, അവിടെ ഹാപ്പി മോർണിംഗ് ആണ്, ഹാപ്പി ആഫ്റ്റർനൂൺ ആണ്, ഹാപ്പി ഈവനിങ് ആണ്. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ആ ഒരു ഹാപ്പിയുടെ ചർച്ച തന്നെ അതാണ് വരുന്നത്. ഷാജി വളരെ ഹാപ്പിയായ ഒരു ഇൻ്റർവ്യൂ ആണ്. കാരണം എല്ലാ ഏരിയയും കവർ ചെയ്തു. വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ്. കാരണം എനിക്ക് ഈ അഭിമുഖത്തിൽ ഏറ്റവും എനിക്ക് അട്രാക്ട് ചെയ്തൊരു സാധനം, ഈ ഉമ്മയെ നോക്കണം, ബാപ്പയെ നോക്കണം, അത് ബിസിനസ്സിൻ്റെ വളർച്ചയോടൊപ്പം അത് വേണം എന്നുള്ള. ഒരുപാട് നന്ദി. താങ്ക് യു. ഞാൻ ഒരുപാട് സന്തോഷമാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ. താങ്ക് യു ഡിയർ. താങ്ക് യു.